നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടകൽ. ഇന്ന് ജൂലൈ 13, 2025 ഞായർ. വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് വീണ്ടും നിപ്പ മരണം. പാലക്കാട് മണാർക്കാട് കുമരംപുത്തൂർ സ്വദേശിയായ 58 വയസ്സുകാരൻ നിപ്പ ബാധിച്ചു മരിച്ചു. പെരിന്തൽമണ്ണയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ വൈകുന്നേരം 5 മണിയോടെയാണ് മരണം സംഭവിച്ചത്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ നിപ്പ സ്ഥിരീകരിച്ചു. ഇതോടെ സംസ്ഥാനത്ത് നിപ്പ വൈറസ് ഭീഷണി വീണ്ടും സജീവമായിരിക്കുകയാണ്. ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുമുണ്ട്. മരണപ്പെട്ടയാൾക്ക് എവിടെ നിന്നാണ് രോഗം പകർന്നതിനെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചു. അദ്ദേഹവുമായി സമ്പർക്കത്തിൽ വന്നവരെ കണ്ടെത്താനും നിരീക്ഷണത്തിലാക്കാനുമുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. സംസ്ഥാനത്ത് നിപ്പ സമ്പർക്ക പട്ടികയിൽ ആകെ 497 പേർ ഉള്ളതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. മലപ്പുറം ജില്ലയിൽ 203 പേരും, കോഴിക്കോട് 114 പേരും, പാലക്കാട് 178 പേരും, എറണാകുളത്ത് 2 പേരുമാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. കേന്ദ്ര സംഘം മലപ്പുറം, പാലക്കാട് ജില്ലകൾ സന്ദർശിച്ചു. മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ഇന്നലെ ഉന്നതതല യോഗവും ചേർന്നു. അഹമ്മദാബാദ് അപകടത്തിൽപ്പെട്ട എയർ ഇന്ത്യ 171 വിമാനം പൈലറ്റ് മനഃപൂർവ്വം അപകടത്തിൽപ്പെടുത്തിയതാകാമെന്ന അതീവ ഗുരുതരമായ ആരോപണവുമായി വ്യോമയാന വിദഗ്ധൻ ക്യാപ്റ്റൻ മോഹൻ രംഗനാഥൻ. ഇന്ത്യയിലെ പ്രമുഖ വ്യോമയാന വിദഗ്ധരിൽ ഒരാളാണ് ഇദ്ദേഹം. എയർ ഇന്ത്യ വിമാനാപകടം മനഃപൂർവ്വമായ മനുഷ്യപ്രവർത്തനത്തിന്റെ ഫലമായിരിക്കാമെന്ന് NTVക്ക് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അഹമ്മദാബാദ് എയർ ഇന്ത്യ വിമാന ദുരന്തത്തിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് തള്ളി പൈലറ്റുമാരുടെ സംഘടന. പൈലറ്റുമാരിൽ കുറ്റം ചുമത്താനുള്ള നീക്കമാണിതെന്നും അന്വേഷണത്തിൽ യാതൊരു സുതാര്യതയുമില്ലെന്നും എയർലൈൻ പൈലറ്റ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ആരോപിച്ചു. ഒരു ഉത്തരവാദിത്തമില്ലാതെ റിപ്പോർട്ട് മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയെന്നും ഒരു ഉപ്പ് പോലും റിപ്പോർട്ടില്ലെന്നും അസോസിയേഷൻ പ്രസിഡന്റ് സാം തോമസ് പ്രസ്താവനയിൽ വ്യക്തമാക്കി. ജൂൺ 12 നടന്ന എയർ ഇന്ത്യ വിമാന അപകടത്തെക്കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് പ്രാഥമിക റിപ്പോർട്ട് മാത്രമാണെന്നും അന്തിമ റിപ്പോർട്ട് പുറത്തു വരുന്നതിന് വരെ നിഗമനങ്ങളിൽ എത്തിച്ചേരുന്നത് ഒഴിവാക്കണമെന്നും കേന്ദ്ര വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡു. 260 പേരുടെ മരണത്തിനിടയാക്കിയ അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന്റെ കാരണം സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് ശനിയാഴ്ച പുറത്തുവന്നതിന് പിന്നാലെയാണ് പൊതുജനങ്ങളോടും മാധ്യമങ്ങളോടുള്ള മന്ത്രിയുടെ നിർദ്ദേശം. ആനട്ട് വഴി വൈദ്യുതി വകുപ്പ് നടത്തുന്ന അഴിമതികൾ ശരാശരി മലയാളിയെ ഞെട്ടിക്കുന്നതാണെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. PM കുസും പദ്ധതി ഒരു ഐസ്ബർഗിന്റെ മുകൾ ഭാഗം മാത്രമാണെന്നും അതിന്റെ വ്യാപകമായ അഴിമതി അതിന് താഴേക്ക് പരന്ന് ക്യാൻസർ പോലെ വ്യാപിച്ചു കിടക്കുന്നുവെന്നും ചെന്നിത്തല വ്യക്തമാക്കി. കേരള യൂണിവേഴ്സിറ്റിയിൽ ഫയൽ ഉത്തം രജിസ്ട്രാർ KS അനിൽകുമാർ ഉൾപ്പെടുന്ന ഫയലിൽ VC തുടർ നടപടി വിലക്കി. അനിൽകുമാർ നൽകുന്ന ഫയലുകൾ മേൽ നടപടി പാടില്ലെന്നും ഈ ഫയലുകൾക്ക് നിയമസാധ്യതയില്ലെന്നാണ് VCയുടെ വിശദീകരണം. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ മോചനത്തിനായി കേന്ദ്രം സുപ്രീം കോടതിയിൽ വക്കാലത്ത് ഫയൽ ചെയ്തു. തിങ്കളാഴ്ച ഹർജി പരിഗണിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ അഭിഭാഷകൻ സുപ്രീം കോടതിയിൽ ഹാജരാകും. അതേസമയം നിമിഷപ്രിയയുടെ വധശിക്ഷ നിർത്തിവെപ്പിക്കാൻ സജീവ ശ്രമം തുടരുകയാണ്. വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വലിയ മുന്നേറ്റം ലക്ഷ്യമിട്ട് BJP കേന്ദ്ര നേതൃത്വം. ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ നടന്ന ഉന്നതതല യോഗത്തിൽ മിഷൻ കേരള ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കാൻ നിർദ്ദേശം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഭരണം പിടിക്കുക എന്നത് വലിയ ലക്ഷ്യത്തിലേക്കുള്ള ചവിട്ടുപടിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ BJP കാണുന്നതെന്നാണ് അമിത്ഷായുടെ പ്രഖ്യാപനം. BJPയുടെ പുതിയ ഭാരവാഹി പട്ടിക സംബന്ധിച്ച അസ്വാരസ്യങ്ങൾ മറനീക്കി പുറത്തുവരുന്നതോടെ സംസ്ഥാനത്ത് അധ്യക്ഷന് നിർദ്ദേശങ്ങൾ നൽകിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തീരുമാനങ്ങൾ ഏകപക്ഷീയമായി കൈക്കൊള്ളരുതെന്ന് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനോട് അമിത്ഷാ നിർദ്ദേശിച്ചതായി റിപ്പോർട്ടുകൾ. ഭാരവാഹി പട്ടികയെ ചൊല്ലി സംസ്ഥാന BJPയിലേക്ക് അമർഷം പുറത്തേക്ക്. മുസ്ലിം ലീഗ് ഭരിക്കുന്ന നഗരസഭയുടെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് നടത്തിയ പ്രസംഗത്തിന് PK ശശിക്ക് മറുപടിയുമായി DYFI രംഗത്ത്. ഏത് ബിലാൽ പറഞ്ഞാലും മണാർക്കാട് പഴയ മണാർക്കാട് അല്ലെന്ന് DYFIയുടെ ഓർമ്മപ്പെടുത്തൽ. മണാർക്കാട് CPM ഓഫീസിന് നേരെ പടക്കം പറഞ്ഞ കേസിൽ CPM പ്രവർത്തനായ പുല്ലശ്ശേരി സ്വദേശി അഷ്റഫിനെ മണ്ണാർക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയ്ക്ക് സെൻസർ ബോർഡ് പ്രദർശനാനുമതി നൽകി. എഡിറ്റ് ചെയ്ത് പതിപ്പാണ് സെൻസർ ബോർഡ് അംഗീകരിച്ചത്. 8 മാറ്റങ്ങളോടെയാണ് സിനിമ എത്തുക. ഏറ്റവും അടുത്ത ദിവസം തന്നെ റിലീസ് ചെയ്യുമെന്ന് അണിയറ പ്രവർത്തകർ അറിയിച്ചു. മാവേലിക്കരയിലെ വിദ്യാധിരാജ വിദ്യാപീഠം സ്കൂളിലെയും ഇടപ്പോൾ ആറ്റുവ വിവേകാനന്ദ വിദ്യാപീഠം സ്കൂളിലെയും പാദപൂജയിൽ പരാതി നൽകി യൂത്ത് കോൺഗ്രസ്. നടപടി ആവശ്യപ്പെട്ട് വിദ്യാഭ്യാസ വകുപ്പിനും ബാലാവകാശ കമ്മീഷനും ജില്ലാ കളക്ടർക്കുമാണ് പരാതി നൽകിയിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് മുത്തരാജ ആണ് പരാതി നൽകിയത്. തൃശ്ശൂരിലും പാദപൂജ മാള അന്നമാട വിവേകാനന്ദയും വിദ്യാമന്ദിറിലും കുട്ടികളെ കൊണ്ട് റിട്ടയർഡ് അധ്യാപികയുടെ കാൽ കഴിച്ചതായി പരാതി. ഗുരുപൂർണിമ ദിന ചടങ്ങിനോടനുബന്ധിച്ച് നടത്തിയ പരിപാടിയിലാണ് സംഭവമുണ്ടായത്. പ്രദേശത്തെ LP സ്കൂൾ റിട്ടയർഡ് അധ്യാപിക ലതിക അച്യുതനെ മുഖ്യാതിഥിയെ വിളിച്ചാണ് കുട്ടികളെ കൊണ്ട് കാൽ കഴിപ്പിച്ചത്. ഒപ്പം കാൽ തൊട്ട് വന്ദിപ്പിക്കുകയും ചെയ്തു.
ഡ്രൈവറുമായി അവിഹിത ബന്ധമുണ്ടെന്ന ആരോപണത്തിൽ KSRTCയിലെ വനിതാ കണ്ടക്ടറെ സസ്പെൻഡ് ചെയ്ത വിവാദ നടപടി പിൻവലിച്ചു. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ KSRTC വിജിലൻസ് വിഭാഗത്തിന് നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് സസ്പെൻഷൻ ഉത്തരവ് പിൻവലിച്ചത്. വിജിലൻസ് വിഭാഗം എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് വിവാദ നടപടി പിൻവലിച്ച് ഉത്തരവിറക്കിയത്. വ്യക്തമായ അന്വേഷണം നടത്തിയ നടപടി എടുക്കാവൂ എന്ന് ഗതാഗത മന്ത്രി കർശനമായി നിർദ്ദേശിച്ചിരുന്നു. തെന്മല ഇക്കോ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താനും വകുപ്പുകൾ തമ്മിലുള്ള സഹകരണം മെച്ചപ്പെടുത്താനും 15ാം വാർഷിക പൊതുയോഗത്തിൽ തീരുമാനം. സംസ്ഥാനത്തൊട്ടാകെ ഇക്കോ ടൂറിസം പ്രവർത്തനങ്ങൾ വ്യാപിക്കുന്നതിന് സൊസൈറ്റിയുടെ അധികാരപരിധി വർദ്ധിപ്പിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. നെടുമ്പാശ്ശേരിയിലെത്തിയ ബ്രസീലിയൻ ദമ്പതികൾ പിടിയിൽ. DRI കൊച്ചി യൂണിറ്റാണ് ഇരുവരെയും കസ്റ്റഡിയിലെടുത്ത്. ഇവർ ലഹരി ഗുളികൾ വിഴുങ്ങിയെന്നാണ് സംശയം. കൊക്കൈൻ അല്ലെങ്കിൽ ഹൈറോയിൻ ആണ് ഇരുവരും വിഴുങ്ങിയെന്നാണ് സംശയം. ലഹരി ഗുളികൾ പുറത്തെടുക്കുന്നതിനായി ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ക്രിക്കറ്റിനെ കേരളത്തിന്റെ ടൂറിസം മേഖലയുമായി കോർത്തിണക്കി സംസ്ഥാനത്തിന്റെ സാമ്പത്തിക മേഖലയ്ക്ക് കുതിപ്പേകാൻ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ കേരള ക്രിക്കറ്റ് ലീഗിനെ കേരളത്തിന്റെ ടൂറിസവുമായി കോർത്തിണക്കി കൂടുതൽ ആഭ്യന്തര വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ലക്ഷ്യത്തോടെ ക്രിക്കറ്റ് ടൂറിസം പദ്ധതി യാഥാർത്ഥ്യമാക്കാനാണ് നീക്കങ്ങൾ. മുസ്ലിം ലീഗിന്റെ വയനാട് പുനരധിവാസ പദ്ധതിക്ക് എതിരായി റവന്യൂ വകുപ്പ് നോട്ടീസ് ലഭിച്ചിട്ടുണ്ടെന്ന് സ്ഥിരീകരിച്ച് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PM.A. സലാം. കൊച്ചിയിൽ പിടിയിലായ റിൻസി മുന്താസ് ഇടപാട് നടത്തിയ ലിസ്റ്റ് പോലീസിന് ലഭിച്ചു. സിനിമാ മേഖലയിലെ പ്രമുഖർക്ക് വരെ റിൻസി ലഹരി എത്തിച്ചുവെന്നാണ് പോലീസ് പറയുന്നത്. പ്രായപൂർത്തിയായ പെൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ പരാതിയിൽ കോതമംഗലം നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അറസ്റ്റിൽ. പാലക്കാട് പൊൽപ്പുള്ളിയിൽ കാർ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ പൊള്ളലേറ്റ 2 കുട്ടികൾ മരിച്ചു. 4 വയസ്സുകാരി എലിമിനയും 6 വയസ്സുകാരൻ ആൽഫ്രഡുമാണ് മരിച്ചത്. അപകടത്തിൽ പിള്ളേറ്റവരുടെ അമ്മ LC മാർട്ടിൻ, സഹോദരി അലീനയും ചികിത്സയിൽ തുടരുകയാണ്. അമ്മ LCയുടെ നില അതീവ ഗുരുതരമാണ്. തിരുവനന്തപുരം നെടുമങ്ങാട് വേങ്കവിള നീന്തൽ പരിശീലനക്കുളത്തിൽ കുളിക്കിണറിയ 2 കുട്ടികൾ മുങ്ങി മരിച്ചു. ആരോമൽ, ഷീനിൽ എന്നിവരാണ് മരിച്ചത്. കൂസർഗോഡ് സ്വദേശികളാണ് ഇരുവരും. ഇന്നലെ ഉച്ചയ്ക്ക് 1:30 അപകടം ഉണ്ടായത്. തൊടുപുഴയിൽ ഭിന്നശേഷിക്കാരനായ 3 വയസ്സുകാരനെ കൊലപ്പെടുത്തിയ അച്ഛൻ ജീവനൊടുക്കി. വാഗമണിൽ ഇലക്ട്രിക് ചാർജ് സ്റ്റേഷൻ കാർ പാഞ്ഞ് കയറി 4 വയസ്സുള്ള കുട്ടിക്ക് ദാരുണാന്ത്യം. തിരുവനന്തപുരം നേമം സ്വദേശികളുടെ മകൻ അയ്യാനാണ് മരിച്ചത്. കുട്ടിയുടെ അമ്മ ആര്യ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. വാഗമൺ വഴിക്കടവിൽ ആണ് അപകടം ഉണ്ടായത്. ആലപ്പുഴയിൽ സ്വകാര്യ ബസ്സിൽ നിന്ന് വിദ്യാർത്ഥിനി തെറിച്ചു വീണ് പരിക്കേറ്റ സംഭവത്തിൽ ആലപ്പുഴ കഞ്ഞിപ്പാടം റൂട്ടിലോടുന്ന അൽ അമീൻ ബസ്സിലെ ഡ്രൈവറെയും കണ്ടക്ടറെയും ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. ഡ്രൈവർ ജയകുമാർ, കണ്ടക്ടർ സുഭാഷ് എന്നിവർക്കെതിരെയാണ് നടപടി ഉണ്ടായത്. പെൺകുട്ടി ഇറങ്ങും മുമ്പ് ബസ് മുന്നോട്ടെടുത്താണ് അപകട കാരണമെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. അപകടം ഉണ്ടായിട്ടും ബസ് നിർത്തിയില്ലെന്നും പിറകെ വന്ന കാറിലാണ് പെൺകുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചതെന്നും ആരോപണം ഉണ്ട്. സംസ്ഥാനത്ത് ഈ മാസം 16-ാം തീയതി വരെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ടിട്ടുള്ള ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. ഇന്നു മുതൽ 16 വരെ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. മംഗളൂരു റിഫൈനറി ആൻഡ് പെട്രോ കെമിക്കൽ ലിമിറ്റുണ്ടായ വിഷവാതക ചോർച്ചയിൽ മലയാളി ഉൾപ്പെടെ 2 ജീവനക്കാർ മരിച്ചു. തമിഴ്നാട്ടിലെ സ്കൂളിൽ പുതിയ ക്രമീകരണം വരുന്നു. പുതിയ ഇരിപ്പിട ക്രമീകരണത്തോടെ തമിഴ്നാട്ടിലെ സ്കൂളിൽ ഇനി ബാക്ക് ബെഞ്ചേഴ്സ് ഉണ്ടാവില്ല. പരമ്പരാഗത രീതിയിൽ ഇരിപ്പിടങ്ങൾ മാറ്റിയാണ് പുതിയ പരിഷ്കാരം. ഇനി അർത്ഥവൃത്താകൃതിയിലായിരിക്കും ഇരിപ്പിടങ്ങൾ ക്രമീകരിക്കുക. റെയർ എർത്ത് മാഗ്നൈസ് ഉൽപ്പാദനം കൂട്ടാനുള്ള കേന്ദ്ര ശ്രമങ്ങളുമായി കേന്ദ്ര സർക്കാർ. ഇന്ത്യയുടെ തദ്ദേശീയ മിസൈലായ അസ്ത്ര മാർക്ക് 1 വിജയകരമായി പരീക്ഷിച്ച് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ. പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്ത് പ്രക്ഷേപണ പരമ്പരയെ അടിസ്ഥാനമാക്കി മേര യുവ ഭാരതും ഗ്ലോബൽ റിഗവേഴ്സ് ഫൗണ്ടേഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മൻ കി ബാത്ത് ടാലന്റ് ഫൗണ്ട് സീസൺ 5ന്റെ ഫൈനൽ മത്സരം ഇന്ന് നടക്കും. പശ്ചിമബംഗാളിലെ കൊൽക്കത്ത AIMലെ എത്തിയ യുവതിയെ ആൺകുട്ടികളുടെ ഹോസ്റ്റൽ വെച്ച് പീഡനത്തിനിരയായ കേസിൽ വഴിത്തിരിവ്. പീഡനത്തിനായില്ലെന്നും മകൾ സുഖമായിരിക്കുന്നെന്നും പിതാവ് വെളിപ്പെടുത്തി. പീഡനക്കേസിൽ കൊൽക്കത്ത IMലെ 2ാം വർഷ വിദ്യാർത്ഥിയും കർണാടക സ്വദേശിയുമായ പരമാനന്ദ് ടോപ്പുവാർ അറസ്റ്റിലായതിന് പിന്നാലെയാണ് ഇന്നലെ വൈകിട്ട് പീഡന പരാതി തള്ളിക്കൊണ്ട് ഇരയായ യുവതിയുടെ പിതാവ് രംഗത്തെത്തിയത്. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ലഷ്കർ തോയ്ബ, ലഷ്കർ-ഇ-മുഹമ്മദ് തുടങ്ങിയ ആഗോള ഭീകര സംഘങ്ങൾ ഇന്ത്യക്കെതിരെ ആക്രമണം അഴിച്ചുവിടാൻ നേപ്പാൾ പാത ഉപയോഗിച്ചേക്കാമെന്ന് മുന്നറിയിപ്പുകൾ. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.